എൻ്റെ അപ്പച്ചൻ ഏറ്റവും നല്ലൊരു അപ്പച്ചനായിരുന്നു, ഭയങ്കര ഫാമിലി മാനായിരുന്നു, ഞങ്ങളെന്നും ഞങ്ങളെ ചേർത്ത് നിർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു നുണയാകും അത്. ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പിന്നെ കാണുന്ന അപ്പച്ചൻ ഒരു നാടകം ട്രൂപ്പ്, ഭയങ്കരമായിട്ട് ഓടുന്ന നാടകങ്ങൾ, ഒരു നാടക ട്രൂപ്പ് കൊണ്ടു നടക്കുന്ന അപ്പച്ചന് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അല്ലാതെ ചായ കുടിക്കുമ്പോഴാണ് കൂടുതൽ ചിന്തകൾ വരുന്നത്. അപ്പച്ചൻ തന്നെത്താൻ ഇങ്ങനെ ഓരോ ഡയലോഗ്സ് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എത്ര ലക്ഷം കിലോമീറ്റർ അപ്പച്ചൻ നടന്നിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഇതാണ് ഭരത് അവാർഡ് അല്ലെ? ഇതാണ് ഭരത് അവാർഡ്. നല്ല വെയിറ്റ് ആണല്ലേ? ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ മലയാളത്തിലേക്ക് ആദ്യമായി ദേശീയ അവാർഡ് കൊണ്ടുവന്നയാൾ PJ ആന്റണി. മലയാള സിനിമാ ചരിത്രത്തിന്റെ സുവർണ കാലഘട്ടത്തിന്റെ അഭിമാന നാമം. അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ, അഭിനേതാവ്, സംവിധായകൻ, എഴുത്തുകാരൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും നമ്മൾ ഒരുപാട് ആരാധനയോടെ കണ്ടിരുന്ന ഒരുപാട് നല്ല നല്ല സൃഷ്ടികൾ നമുക്ക് തന്നിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകളായ എലിസബത്ത് ആന്റണിയുടെ കൂടെയാണ്. വെൽക്കം ടു സീ വിത്ത് എലിസ. അപ്പോൾ ആദ്യമായി തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത് ഒരു ലെജൻഡ് ആയിട്ടുള്ള PJ ആന്റണി എന്ന് പറയുന്ന ഒരു ബഹുമുഖ പ്രതിഭ. അപ്പം അദ്ദേഹത്തെ അങ്ങനെയല്ലാതെ അദ്ദേഹം അച്ഛൻ എന്നുള്ള നിലയിലുള്ള ചേച്ചിയുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതൊന്ന് ഷെയർ ചെയ്യാവോ? ഒരു ലെജൻഡ് എന്ന് പറയുമ്പോൾ ഒരു മകളുടെ കാഴ്ചപ്പാടിൽ വേണം ഞാനത് പറയാൻ. ഒരു മകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ പറയുന്നതായിരിക്കും ഒരു ലെജൻഡ് ആകുന്നത്. എനിക്കൊരു മകൾ എന്ന നിലയ്ക്ക് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ. അതെ, അതാണ് എനിക്കും വേണ്ടത്. ഒരു ലെജൻഡാണ് എൻ്റെ അപ്പൻ എന്ന് പറയാന്ന് പറഞ്ഞാൽ അതല്ല, അങ്ങനെയല്ല. അങ്ങനെ പറയുമ്പോൾ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ലെജൻഡ് ആയിരുന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ, ഒരു മകൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകളാണ് എനിക്കെപ്പോഴും പറയാൻ പറ്റുന്നത്. അത് നല്ലതല്ലാത്തതാണ്. എല്ലാവരും പറയുന്ന പോലെ അപ്പച്ചൻ്റെ അത് പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അത് മാത്രമല്ല, അപ്പച്ചൻ്റെ ആ ക്വാളിറ്റീസ് കൊണ്ട് പറയുന്നതാണ് ലെജൻഡാണ്. അപ്പച്ചന് ഒത്തിരി 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 നല്ല ക്വാളിറ്റീസൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആൾ. പക്ഷേ ഒരു മകൾ, ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന ഞാൻ കണ്ട അപ്പച്ചനെന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമുള്ള ഓർമ്മകൾ എനിക്കില്ല എന്ന് പറയേണ്ടി വരും. ഞാനിപ്പോൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അപ്പച്ചനെ മോശക്കാരനാക്കിയോ, അതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് ടച്ച് വരുത്താൻ ശ്രമിക്കുന്നതോ ഒന്നുമല്ല. പക്ഷേ ഞാൻ പറയുമ്പോൾ സത്യം വേണം പറയാൻ, നുണ പറയാൻ പാടില്ല. ഞാൻ അല്ലാത്ത രീതിയിൽ ഇപ്പം ഞാൻ പറയാം, എൻ്റെ അപ്പച്ചൻ ഏറ്റവും നല്ലൊരു അപ്പച്ചനായിരുന്നു, ഭയങ്കര ഫാമിലി മാനായിരുന്നു, ഞങ്ങളെന്നും ഞങ്ങളെ ചേർത്ത് നിർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു നുണയാകും അത്. അപ്പച്ചൻ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല. അപ്പച്ചൻ കുടുംബത്തിന് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളോട് സ്നേഹം ഉണ്ടാവും, കാര്യങ്ങൾ. പക്ഷേ അപ്പച്ചന് കുറേ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ, അതായത് ഉള്ളത് എനിക്ക് മാത്രം ഉള്ളതല്ല, എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാനുള്ളതാണെന്നുള്ള ഒരു ചിന്ത ആദ്യം മുതലേ ഉണ്ടായിരുന്നു. തുടക്കം മുതലേ അപ്പച്ചൻ്റെ ജീവിതം അങ്ങനെ ഒരു വിപ്ലവം നിറഞ്ഞൊരു ജീവിതമായിരുന്നു അപ്പച്ചൻ്റെ. വീട് ഞങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി അപ്പച്ചൻ ഞങ്ങളുടെ ഒപ്പം ഉള്ളപ്പോഴും അപ്പച്ചൻ്റെ ചിന്തകൾ എപ്പോഴും വേറെയാണ്. സമൂഹത്തിനെ കുറിച്ച്, സമൂഹം അല്ലെങ്കിൽ അടുത്ത നാടകം, അതിനെക്കുറിച്ച് ചിന്തകൾ എപ്പോഴും അതാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എനിക്ക് 5 വയസ്സ് വരെ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അതായത് അപ്പച്ചനെ കാണാൻ കിട്ടാൻ എനിക്ക് ഓർമ്മയില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അത് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ആ ഓർമ്മ തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ മാറ്റുക, ഞാൻ അറിയുന്നില്ല, എന്നെ എവിടേക്കോ കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ. ഒരു കാറിൽ ഞാനുണ്ട്, എൻ്റെ സഹോദരനുണ്ട്, അപ്പച്ചനുണ്ട്, വേറെ ആരൊക്കെയോ കാറിലുണ്ട്. ഞങ്ങൾ പോകുന്നു എവിടേക്കോ. ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുന്നിൽ കാറ് വന്ന് നിൽക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് ഒരു 5 വയസ്സുകാരിക്ക് ഇതൊന്നും അറിയില്ല. എന്നെ കുറച്ച് കന്യാസ്ത്രീകളൊന്ന് കൂട്ടിയകത്തേക്ക് കൊണ്ടുപോകുന്നു. തിരിച്ച് ആ കന്യാസ്ത്രീകൾ എന്നെ കൊണ്ടുവരുമ്പോൾ അപ്പച്ചൻ നടന്ന് നീങ്ങുന്നു. ഒരു കാറിന്റെ അങ്ങോട്ട് നടന്ന് നീങ്ങുക അപ്പച്ചൻ. ഞാൻ അപ്പച്ചാന്ന് വിളിച്ച് പുറകെ ഓടുന്നു. ആ സീനാണ് എനിക്ക് എപ്പോഴും അപ്പച്ചനെ കുറിച്ച് വരുന്നത്. അപ്പച്ചാന്ന് വിളിച്ചും പുറകെ ഓടിപ്പോകുന്നു. പക്ഷെ അപ്പച്ചൻ ഞാൻ തിരിഞ്ഞു നോക്കിയോ എന്നെ കണ്ടോ എന്നൊന്നും ഇപ്പം എനിക്കറിയില്ല. ഞാൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെച്ച് കരഞ്ഞു. ഞാൻ കരഞ്ഞ് അപ്പച്ചൻ കാറിൽ കയറി അങ്ങ് പോയി.
ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് മുതൽ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയി എന്നാണ് എനിക്കിപ്പോഴും പറയാൻ പറ്റുന്നത്. അങ്ങനെയാണ്, ഒറ്റയ്ക്കായിപ്പോയി ഞാൻ. അപ്പച്ചൻ്റെ വിപ്ലവ ചിന്തകൾ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചിന്തകൾ, ജീവിതം, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും, നല്ല കാര്യങ്ങളാണ് അതെല്ലാം. പക്ഷേ ഒരു 5 വയസ്സുകാരിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അപ്പച്ചൻ ഞങ്ങളെ ആക്കിയിട്ട് അപ്പച്ചൻ പോയി. അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ഒരു 5 വയസ്സുകാരിയുടെ മനസ്സിലുണ്ടാകാവുന്ന യാതന അതിൻ്റെ എക്സ്ട്രീമിലായിരുന്നു അന്ന് എനിക്ക്. അന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മച്ചിയെ കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അമ്മച്ചിയെ കാണാൻ പറ്റിയിരുന്നില്ല. ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് അപ്പച്ചനും അമ്മച്ചിയും മദ്രാസിലേക്ക് പോയി. ഞാനിവിടെയാണ്. ഈ 5 വയസ്സുകാരിക്ക് പിന്നീട് അവിടെ എന്താ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പച്ചനും അമ്മച്ചിയും മദ്രാസിലേക്ക് പോയി. പിന്നെ അവരവിടെയാ. അപ്പോൾ അപ്പച്ചൻ സിനിമയുടെ തിരക്കുകളിലായി. അമ്മച്ചിയെ മദ്രാസിലെ വീട്ടിലാക്കിയിട്ട് അപ്പച്ചൻ ആ തിരക്കുകളിലേക്ക് പോയി. ഇവിടെ ഈ ഞാൻ എനിക്ക് അറിയില്ല അവിടെ എന്ത് നടക്കുന്നു. ഈ കൊച്ചുകുട്ടിയല്ലേ, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ എന്ന് മനസ്സിലാ ആഗ്രഹം ഇങ്ങനെ നിൽക്കുന്നു, അമ്മച്ചിയെ കാണണം എന്നുള്ള ആഗ്രഹം. പക്ഷേ അത് വളരെ എന്താണ് പറയണ്ടേ, വല്ലപ്പോഴും മാത്രമേ എനിക്ക് എൻ്റെ അമ്മച്ചിയെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നുവെച്ചാൽ സമ്മർ വെക്കേഷനിൽ മാത്രമേ എനിക്ക് അമ്മച്ചിയെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് മദ്രാസിലാണ് അപ്പച്ചനും അമ്മച്ചിയും ഉള്ളത്. സമ്മർ വെക്കേഷനിലാണ് ഞാൻ അറിയുന്നത് അപ്പച്ചനും അമ്മച്ചിയും ഉള്ളത് മദ്രാസിലാണെന്ന്. അത് അവിടെ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങൾ കൊണ്ടുപോകും മദ്രാസിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും അപ്പച്ചൻ്റെ തിരക്കുകളിലാണ് ഇന്നും. എന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന നല്ല സിനിമാ ലോകത്തുള്ള എല്ലാവരും, സത്യൻ, നസീർ, അടൂർ ബാസി, ശാരദ, ഷീല, ജയഭാരതി, ആ ടീം എല്ലാവരും അപ്പോൾ ആരെങ്കിലൊക്കെ ആയിട്ട് ഇന്ന് വീട്ടിൽ വരും, എല്ലാവരും ഉണ്ടാവും. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇവര് വരുന്ന വണ്ടിയിൽ കുറച്ചു പേരുണ്ടാവും. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ സത്യനും ഒക്കെ വരുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സത്യൻ വീട്ടിലിറങ്ങി അവരെല്ലാരും കുറെ നേരം ഒന്ന് വർത്താനം പറയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കൊച്ചുകുട്ടി. അപ്പൊ അപ്പച്ചൻ അതിന്റെ തിരക്കിലാണ് എപ്പോഴും. പക്ഷെ എനിക്ക് അപ്പോഴും അപ്പച്ചൻ എന്നുള്ളതല്ല, അമ്മച്ചിയുടെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു അമ്മച്ചിയെ. അപ്പോഴും 2 മാസത്തെ വെക്കേഷന് വരുമ്പോഴും 1 മാസം സന്തോഷിക്കും. പിന്നെ ആ 2 മാസം കഴിയാറാകുമ്പോഴത്തേക്കും തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങുമ്പോൾ പിന്നെയും എൻ്റെ മനസ്സ് പിന്നെയും അതിലേക്ക് ഇങ്ങനെ പോയി. പിന്നെ അത് എന്താ അങ്ങനെ വർഷങ്ങൾ അങ്ങനെ അമ്മച്ചിയെ കാണാൻ പറ്റാതെയുള്ള വല്ലപ്പോഴും മാത്രം കാണുന്ന ഒരവസ്ഥയൊക്കെയായി. മനസ്സങ്ങനെ മരവിച്ചു. എന്താ വെച്ചാൽ ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബോർഡിംഗ് സ്കൂളാണ്. സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ബോർഡിംഗ് സ്കൂളാണ്. അവിടെ ഒത്തിരി ഫ്രണ്ട്സ് എല്ലാവരും. പക്ഷെ അവരെല്ലാവരും ഇത് കണ്ടതുപോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരൻസ് വിദേശത്തുള്ളവരുടെ മക്കളൊക്കെ കൂടുതലും ഈ കുട്ടികളുടെ പേരൻസൊക്കെ എന്ന് പറയുന്ന എന്താണ് പേർഷ്യയിലാണെന്നാ പറയുന്നത്. പേർഷ്യയിലാണെന്നാ പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് പോലും ഇവരുടെ പേരൻസ് ഈ കുട്ടികളെ കാണാൻ ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ എൻ്റെ അപ്പച്ചൻ എന്ന് വെച്ചാൽ അങ്ങനെ അപ്പച്ചൻ വരലില്ല. അതെന്നും എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയിരുന്നു. വെക്കേഷന് മാത്രം ഞാൻ അപ്പച്ചനെയും അമ്മച്ചയും കാണുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു തുടങ്ങിയപ്പോൾ മനസ്സ് സ്വാഭാവികമായിട്ട് അതങ്ങ് മുരടിച്ച് ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. സന്തോഷം എല്ലാ പിള്ളേർക്കും ഒരുമിച്ച് സന്തോഷിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമാണോ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു, എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ സ്ഥായിയായി വീണുപോയത് ഈ ഒരു ചിന്തയാണ്, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചാർട്ട് ഉണ്ടാക്കും. പോരുമ്പോൾ അവർ പറയും ഞങ്ങൾ എത്ര ദിവസം കഴിയുമ്പോൾ വന്നോളാം കേട്ടോ, എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണ്. ഞാൻ പോരും, ഒരു ചാർട്ട് ഉണ്ടാക്കും, ഇത്ര ദിവസം കഴിയും. അപ്പൊ 1, 2, 3 ഓരോ ദിവസം വെട്ടി ലാസ്റ്റ് ഡേ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വരുമല്ലോ എന്നെ കാണാൻ. പക്ഷെ അവർ വരില്ല. ആ ഒരു ദുഃഖം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ദുഃഖമാണ്. അപ്പച്ചൻ എന്ന് പറയുന്ന എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇതൊക്കെയാ. അല്ലാതെ ഒരു ലെജൻഡ് അത് നിങ്ങൾക്കാണ്. ഒരു കൊച്ചു ലെജൻഡ് അല്ലാന്ന് ഞാൻ പറയില്ല, ലെജൻഡാണ്, അതല്ലാന്ന് പറയാൻ. ഞാൻ ചോദിച്ചതും ലെജൻഡാണ് ആളുകൾക്ക്, പക്ഷെ അച്ഛൻ എന്നുള്ള നിലയിൽ ചേച്ചി ഷെയർ ചെയ്തത്. അത് അച്ഛൻ അത് കഴിഞ്ഞ് അല്ല, അച്ഛനും മകളെന്ന് പറഞ്ഞാൽ അച്ഛന് സ്നേഹമില്ലാഞ്ഞിട്ടായിരിക്കില്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അപ്പച്ചൻ്റെ ആ തിരക്കിനിടയിൽ ഞങ്ങൾ പെട്ടുപോകരുത് എന്ന് ഓർത്തിട്ടായിരിക്കുള്ളൂ ഒരു പക്ഷെ ഞങ്ങൾ അവിടെ. പക്ഷേ
അവർ ചിന്തിക്കേണ്ടുന്ന ഒത്തിരി അപ്പച്ചൻ ഈ എല്ലാ ആളുകളെയും പഠിച്ച ഓരോ ക്യാരക്ടേഴ്സിനെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പോലെ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് പഠിക്കണമായിരുന്നു എന്നാ ഞാൻ പറയുന്നത്. പഠിക്കണമായിരുന്നു. ആ കൊച്ചുകുട്ടി എത്രമാത്രം അനുഭവിക്കും എന്നുള്ളതൊന്ന് പഠിക്കണമായിരുന്നു. ഞാൻ കരയുമ്പോൾ എൻ്റെ ഓരോ കണ്ണുനീരിലുള്ള ദുഃഖം എത്രമാത്രം എന്ന് പഠിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് പറയുമ്പോ എൻ്റെ അപ്പച്ചൻ എന്ന് പറയുമ്പോ അങ്ങനെ ഒരു വേദന എൻ്റെ മനസ്സിൽ അത് ഞാന് പിന്നെ ഇടയ്ക്ക് കുറച്ച് അന്നല്ല അപ്പച്ച അവരൊക്കെ മദ്രാസിലായിരുന്നു. അത് കഴിഞ്ഞ് അവര് എടപ്പള്ളിയിലേക്ക് താമസം മാറ്റി ഒരു വന്നും പോയൊക്കെ ഇരിക്കുന്ന എടപ്പള്ളിയിലുണ്ട്. കുറച്ച് നാൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ആ ഇടയാണ് അപ്പച്ചന് ഞാൻ 7th 11th പഠിക്കുമ്പോൾ അപ്പച്ചന് നാഷണൽ അവാർഡ് കിട്ടുന്നത്. ആ സമയത്താണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്. അപ്പോഴാണ് അതിന്റെ ആ ഒരു ആ സമയത്താണോ ചേച്ചി എൻ്റെ അപ്പച്ചൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇത്രയും ഒരു വലിയൊരു മനുഷ്യനാണ് അങ്ങനെ ഒരു ചിന്ത വന്നോ ചേച്ചിക്ക്? 7th പഠിക്കുമ്പോ കുറച്ചൊക്കെ നമ്മൾ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ഒരു അപ്പച്ചൻ സിനിമയിലാണെന്നൊക്കെ അറിയാം. അല്ല അതറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളില് എല്ലാവർക്കും അപ്പച്ചൻ ഫിലിം ഫീൽഡിലാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പച്ചൻ ഫിലിം ഫീൽഡിലാണ്. അന്നത്തെ ഇറങ്ങിയിരുന്ന കുറെ സിനിമകളിലൊക്കെ അപ്പച്ചനുണ്ട്. അപ്പൊ ഈ വെക്കേഷന് പിള്ളേര് സിനിമ കാണും, അതൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോ അപ്പച്ചൻ ഫിലിം ഫീൽഡിലാണെന്ന് പറയുമ്പോ അതിന്റെ ഒരു അഹങ്കാരം ഒരു ഇതൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലെ കുഞ്ഞായിരിക്കുമ്പോൾ വീണുപോയ ആ ഒരു ഇത് അതെന്നും അതങ്ങനെ തന്നെ. എൻ്റെ സ്കൂള് സെന്റ് ജോസഫ്സ് ഓഫ് ദ വുഡ്സ് എന്നായിരുന്നു സ്കൂളിലായിരുന്നു. വുഡ്സ് കാടിന്റെ നടുവിലൊരു സ്കൂളായിരുന്നു. പുറയിലും എന്താണ് ഒരു സൈഡിലും റബ്ബർ തോട്ടം, കാടാണ്. പിന്നെ മുന്നിലൊക്കെ മൊട്ടക്കുന്നുകളായിരുന്നു. അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത്. ഇപ്പൊ മൊട്ടക്കുന്നൊന്നുമല്ല കേട്ടോ, യൂണിവേഴ്സിറ്റി ബിൽഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. കുസാറ്റ് അവിടെയാ. ഒന്നുമില്ല. ദൂരെ 1-2 യൂണിവേഴ്സിറ്റിയുടെ കെട്ടിടങ്ങളുണ്ട്. പിന്നെ ദൂരെ ഒരു കെട്ടിടം കാണുമായിരുന്നു ഇടയ്ക്ക്. അത് മുണ്ടശ്ശേരി മാഷ താമസിച്ചിരുന്ന വീടാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മുണ്ടശ്ശേരി മാഷ അവിടെ താമസിച്ചിരുന്നത്. അപ്പൊ അവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വാഗമണിലൊക്കെ പോകുമ്പോ കാണുന്ന ഒരു മനോഹാരിതയാണ് അവിടെ. എന്ന് വെച്ചാൽ മൊട്ടക്കുന്നുകള്, അതിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ ദുഃഖം കാരണം ഞാൻ കൊച്ചായിരുന്നു. പിന്നെ ഭയങ്കര ദുഃഖം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് ഇതൊന്നും ഞാൻ ആസ്വദിക്കുന്നില്ല. കാലങ്ങൾക്ക് ഇപ്പുറം, അതായത് വില്യം വേർഡ്സ്വർത്ത് പറയുന്ന പോലെ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ എന്ന് പറയുന്ന പോലെ കാലങ്ങൾക്ക് ശേഷം അത് ആ മൊട്ടക്കുന്നും പോയി സൂര്യോദയം പോയി എല്ലാം പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിന്റെ ഭംഗി പിടുത്തം കിട്ടിയത്. ഉള്ളപ്പോ ആസ്വദിച്ചില്ല. അത് മാത്രമല്ല കൂടെ പഠിച്ചതൊക്കെ കുറെ സിനിമക്കാരുടെ മക്കളൊക്കെ അല്ലേ? കുറെ സിനിമക്കാരുടെ മക്കളാണ്. വയലാറിന്റെ മകൻ ശരചന്ദ്രൻ ഉണ്ടായിരുന്നു. ജയഭാരതിയുടെ അനിയൻ ഹെൻറി എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അടൂർ പങ്കജത്തിന്റെ മോൻ അജയൻ ഉണ്ടായിരുന്നു. പിന്നെ ആരാണ്, ലീലാവതി ടീച്ചറിന്റെ മോൻ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. അതാണ് അപ്പച്ചൻ അവിടെ കൊണ്ടേ ആക്കിയത് കേട്ടോ. അതായിരിക്കാം, അതാണോന്ന് എനിക്കറിയില്ല. അതായിരിക്കാം അവിടെ കൊണ്ടേ ആക്കിയത്. എല്ലാരും പറഞ്ഞു കേട്ട് കാണും ചിലപ്പോ സ്കൂളിന്റെ നിലവാരവും. അതായിരിക്കും. പക്ഷെ അവരൊക്കെ ജീവിതം എടുത്ത ആ ലെവലിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തരും യുണീക്ക് ആണല്ലോ. എനിക്ക് അത് എന്റെ മനസ്സിനെ ഒത്തിരി അന്നും ഇന്നും എല്ലാം ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. അതാണ് അപ്പച്ചൻ എന്ന് പറയുമ്പോ ഒരു കുഞ്ഞെന്നുള്ള നിലയിൽ ഓർക്കാനുള്ള കാര്യങ്ങള്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ചോദിക്കാനിരുന്ന 2-3 ക്വസ്റ്റ്യന്റെ ഉത്തരങ്ങളെല്ലാം തന്നെ ഈ ഒറ്റ ആൻസറിൽ ചെറുപ്പകാലത്തെ അനുഭവം എല്ലാ കാര്യവും അതിൽ തന്നെ വന്നു. പിന്നെ അപ്പച്ചന്റെ ആ ഒരു ഓർമ്മകളെന്ന് പറയുമ്പോ ഈ പറഞ്ഞ സങ്കടങ്ങളല്ല, അല്ലാതെ എന്തെങ്കിലും അപ്പച്ചൻ്റെ എന്തെങ്കിലും നമ്മളോട് ഇപ്പൊ ചേച്ചിനോടായിട്ടുള്ള നിങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവുമല്ലോ വീട്ടില്, അങ്ങനെയുള്ള മൂമെന്റ്സ് ഉണ്ടായിട്ടില്ലേ? പിന്നെ അപ്പൊ അപ്പച്ചൻ പറഞ്ഞത് എപ്പോഴും ഓർത്തിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിലുള്ള സംസാരങ്ങൾ. അപ്പച്ചൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. പെട്ടെന്ന് ദേഷ്യം കയറും. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ കൂടുതലും അമ്മച്ചിയിലൂടെയാണ് അപ്പച്ചന്റെ അടുത്തേക്ക് ഇത് പോകുന്നത്. പിന്നെ ഓർത്തിരിക്കാൻ എന്ന് പറഞ്ഞാല് അപ്പച്ചൻ അവസാനമായിട്ട് മദ്രാസിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു തന്നു. അതായത് ഒരു ധനവാനായ ഒരു പിതാവിനൊരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. അതിൽ നിറയെ പുസ്തകങ്ങളുണ്ടായിരുന്നു. അയാൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. മകൻ നല്ല ശീലങ്ങളൊന്നുമുള്ള ആളല്ല, വായനാശീലമില്ല, പണിക്ക് പോകില്ല, നേരെ ചൊവ്വേ അങ്ങനെ ഒരു ഉഴപ്പൻ ചെറുക്കനായിരുന്നു. അപ്പം ഈ അച്ഛൻ ഈ മകനെ വിളിച്ചിട്ട് പറയുമായിരുന്നു, എടാ നീ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കുക, അതിൻ്റെ ഉള്ളടക്കമൊക്കെ അത്ര ഗംഭീരമായ സംഗതി, നീ ഒന്ന് ഇതെല്ലാം വായിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ എന്ത് പറഞ്ഞിട്ടും
വായിക്കില്ല. അപ്പോൾ നമുക്ക് പറയാം ഒരു 100 പുസ്തകം എന്ന് പറയാം. 100 പുസ്തകത്തിൽ നിന്ന് ഈ അച്ഛൻ 50 പുസ്തകമായി ചുരുക്കി, അത് 25ആയി, 10ആയി, 5ആയി, ഒരു പുസ്തകം ആക്കി, ഒരു പുസ്തകത്തിലേക്ക് ആക്കുകയാണ് പുള്ളി. ഇതെല്ലാം വായിച്ച് ഒറ്റ പുസ്തകത്തിലാക്കി. അതിൻ്റെ ഉള്ളടക്കം, ഈ ഒരു പുസ്തകത്തിലെ ഉള്ളടക്കം നീ വായിക്കുക, നിനക്ക് നന്നായി ജീവിക്കാൻ പറ്റും. അതും ഈ മകൻ വായിക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം അച്ഛനൊരു കുറിപ്പെഴുതി, നീ നല്ലവനായി ജീവിക്കുക എന്നെഴുതി ആ ലൈബ്രറിയുടെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് അച്ഛൻ പിന്നീട് അങ്ങ് മരിച്ചുപോയി. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇനി അപ്പച്ചൻ കൺവേ ചെയ്ത മെസ്സേജാണോ അത്, എന്താന്ന് വെച്ചാൽ നല്ലവരായി ജീവിക്കുക എന്നുള്ള ഒരു ഇതായിരിക്കും എനിക്ക് ഓർമ്മ വരുന്ന അതാണ്. പിന്നെ അപ്പച്ചൻ അവസാനം പറഞ്ഞ പിന്നെ അപ്പച്ചൻ ഞങ്ങളുടെ ഒപ്പം ഉള്ളപ്പോഴെല്ലാം അപ്പച്ചന്റെ ചിന്തകൾ എപ്പോഴും വേറെയാ. നാടകം, വിപ്ലവ ചിന്തകൾ, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ചിന്തകളായിരുന്നു കൂടുതൽ. കമ്മ്യൂണിസ്റ്റ് ഒരു നല്ലൊരു ശതമാനം എല്ലാവരും ഒരു പരുക്കൻ സ്വഭാവക്കാർ. ഇപ്പോഴുള്ളവരെ എനിക്കറിയില്ല കേട്ടോ, ഇപ്പോഴുള്ളവരെങ്ങനെ ആയിരിക്കുമെന്നൊന്നും അറിയില്ല. അപ്പച്ചൻ ഒരു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങ് പോയി. പിന്നെ സ്കൂളിൽ, ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പിന്നെ കാണുന്ന അപ്പച്ചൻ ഒരു നാടകം ട്രൂപ്പ്, ഭയങ്കരമായിട്ട് ഓടുന്ന നാടകങ്ങൾ, ഒരു നാടക ട്രൂപ്പ് കൊണ്ടു നടക്കുന്ന അപ്പച്ചൻ നാടകം എഴുതുന്നു, റിഹേഴ്സൽ നടത്തുന്നു. അതിന്റെ ബഹളത്തിന്റെ ഇടയിലാണ് അപ്പച്ചൻ. അപ്പൊ ഞാൻ ഓർക്കും, ദൈവമേ ഇപ്പോഴും നമ്മള് അങ്ങനെയായിരുന്നു. അപ്പച്ചൻ ഫസ്റ്റ് പ്രിഫറൻസ് കലയ്ക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പം അങ്ങനെയായി. അധികം നാള് അപ്പച്ചൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ BA ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് അപ്പച്ചൻ പെട്ടെന്ന് മരിച്ചു. ഇവിടെ ആയിരുന്നില്ല, മദ്രാസിൽ വെച്ചായിരുന്നു മരണം. മരിക്കുന്നതിന് മുൻപ് അമ്മച്ചി ഇവിടെ, ഞങ്ങളെല്ലാവരും ഇവിടെ. ഇപ്പോൾ പോകുന്നതിന് മുന്നേ എനിക്കൊരു അങ്കിളുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു അക്കൗണ്ട്സ് ഓഫീസർ, ജോസഫ് എന്നാ പേര്. അപ്പച്ചൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു ഈ അങ്കിള്. അതായത് അപ്പച്ചൻ്റെ ഫസ്റ്റ് കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണിത്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇവർ തമ്മിൽ ഷെയർ ചെയ്യും, കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ അങ്കിളിൻ്റെ വീട്ടിൽ പോയി അപ്പച്ചൻ. പോയി അങ്കിളിൻ്റെ അടുത്ത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ അങ്കിളിൻ്റെ മോളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മരുമകൻ്റെ അടുത്ത് ഇവള് പറയുക, അങ്കിള് മരിക്കുന്നതിന് മുൻപ് എൻ്റെ അപ്പച്ചനോടാ പറഞ്ഞേപ്പിച്ചത് എന്നെ ഗീതമ്മ എന്നാ വിളിക്കുന്നത്. ആ പേരിന്റെ പുറകിലൊരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം എൻ്റെ ഗീതമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഭയങ്കര ദുഃഖമായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ നോക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞാൽ അത് അവസാനം ട്രെയിൻ അങ്കിള് ആലുവ വരെയുള്ള ടിക്കറ്റ് എടുത്തു. അപ്പച്ചൻ മദ്രാസിലേക്ക് പോവുക. ആലുവ വരെയുള്ള ടിക്കറ്റ് എടുത്തിട്ട് അങ്കിള് ആലുവയിൽ ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴി മുഴുവനും പറയുന്ന ഇതാ, ഇനി ഞാൻ മടങ്ങി വരുന്നില്ല, ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകുള്ളൂ. തമിഴ്നാട്ടിൽ ഞാൻ നിൽക്കുവാണെങ്കിൽ എനിക്ക് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കണം ആ സമയത്തൊരു തോന്നലോ വന്നു. അപ്പോൾ അന്ന് അവിടെ ചെന്ന് അധികം ദിവസം, ഒരാഴ്ച മറ്റേ അവിടെ നിന്നുള്ളൂ. ചെല്ലുകയും കുറെ സിനിമകൾ കിട്ടുകയും ചെയ്തു. പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പുതിയ ഏതൊക്കെയോ ഇതിനൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോ അപ്പച്ചന്റെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു KN ചേട്ടൻ. അപ്പൊ KN ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിന്ന് സ്ഥലം നോക്കാൻ പോണം എന്ന് പറഞ്ഞു, മരിക്കുന്ന അന്ന് രാവിലെ. അപ്പോൾ അടുത്ത ഇതിന്റെ അഡ്വാൻസ് കിട്ടിയാൽ ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഒരു വീട് പണിതിട്ട് അവരെ നാട്ടിൽ നിന്ന് മേരി മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇനി ഇവിടെ മതി നമുക്ക് എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തതുപോലെ ആയിപ്പോയതല്ല. പക്ഷെ അന്ന് ആ പറഞ്ഞ സ്ഥലം കണ്ട് ഉറപ്പിച്ച് അന്ന് വൈകുന്നേരം അപ്പച്ചൻ മരിച്ചു. അപ്പച്ചന്റെ നടക്കാത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ് നടന്നില്ല. അത് അന്ന് ഇവിടുന്ന് പോകുമ്പോ തന്നെ അത് പറഞ്ഞോണ്ടാ പോകുന്നത്. പക്ഷെ അപ്പച്ചൻ മരിക്കുന്ന അപ്പച്ചനെ അറിയാമായിരുന്നു. അതാണ് അപ്പച്ചനെ അത് മനസ്സിലല്ല. അത് പിന്നീട് അതിന്റെ കാരണം ഞങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചു. അപ്പച്ചന് വലിയ പുസ്തക ശേഖരം ഉണ്ടായിരുന്നു, വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പൊ അപ്പച്ചൻ പോയി കഴിഞ്ഞപ്പോ അതിന്റെ നാടകങ്ങളും അല്ലാത്ത ബുക്കുകളെല്ലാം ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളിതെല്ലാം എടുത്ത കൂട്ടത്തിൽ ഒരു ചെറിയ ബുക്ക് കിട്ടി. അപ്പച്ചന്റെ ജാതകമായിരുന്നു അത്. ജാതകത്തില് എഴുതിയിട്ടുണ്ട്. 1979 ശേഷം ഒറ്റ വരെയാ.
അത് അപ്പച്ചന്റെ മനസ്സിൽ അതുണ്ട്. ഉണ്ടായിരുന്നു. അത് കിട്ടിയപ്പോ വായിച്ചിട്ട് പിന്നെ വായിച്ചില്ല എന്ന് എനിക്ക്. നമ്മളുടെ മരണ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഒരിക്കലും മറക്കാതെ നമ്മളുടെ മനസ്സിൽ കിടക്കില്ല. അപ്പൊ ആ ഒരു ഡേറ്റ് അപ്പച്ചന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഉണ്ടാവാം. അതുകൊണ്ടാണ് അപ്പച്ചൻ ആ അവസാനത്തെ പോക്കിൽ അത്രയും അങ്ങ് പറഞ്ഞതും ഇത്ര ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ അപ്പച്ചൻ മനസ്സിൽ കരുതിയിരുന്ന ആ സമയം കഴിഞ്ഞു പോയി. അപ്പൊ ഇനി ഞാൻ ജീവിക്കും എന്ന് തോന്നലുണ്ടായിട്ടാണോ, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത വന്നിട്ടാണോ എന്താണോ, എന്തായാലും അപ്പച്ചൻ അവസാനം നടന്നില്ലത്, നടക്കാതെ പോയി. ഈ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടല്ലോ, എനിക്ക് അവര് തമ്മിൽ ഭയങ്കര ഒരു സ്നേഹമായിരുന്നില്ലേ? അവര് തമ്മിൽ സ്നേഹമായിരുന്നു അല്ലേ? ഭയങ്കര ഒരു സ്നേഹമായിരുന്നു അല്ലേ? എല്ലാം പരസ്പരം ഇങ്ങനെ പറയുക അല്ലെ. ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അമ്മച്ചി എപ്പോഴും അപ്പച്ചനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര ആ ഒരു സ്നേഹം ഓർമ്മകളിൽ ഇങ്ങനെ അനുഭവിച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അമ്മച്ചിയുടെ. പിന്നെ അമ്മച്ചി പറയണത് കേട്ട് എഴുതിയതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ ആ ഒരു അവര് തമ്മിലുള്ള ഒരു അടുപ്പം ഭയങ്കര ഒരു അടുപ്പം തന്നെയായിരുന്നു. നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഒരാൾ കയറി വന്നു അല്ലേ? എന്താണ് ഇതിനെ കിട്ടിയത്? എന്റെ മോളില് ഒരു ദിവസം രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോ ഒരു പൂച്ചക്കുഞ്ഞിന്റെ കരച്ചില്, അവൾക്കെന്നല്ല എനിക്കും പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചില് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ഡിസ്റ്റർബിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരയുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തോ ഇതിൽ പെട്ടിട്ട് എന്താ അപകടത്തിലാണ് ആ പൂച്ച. അതാണ് കരയുന്നത്. ആ കരച്ചിലിന്റെ ശബ്ദം കേട്ടാൽ നമുക്കറിയാം. അപ്പൊ അവൾ ഉച്ചവരെ ആ ശബ്ദമൊക്കെ കേട്ട് സഹിച്ചിരുന്നു. ഉച്ചയായപ്പോ അവള് ചെന്ന് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോണം, പൂച്ചയെ അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് വരാം ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ പൂച്ച എടുത്ത്, ഇത്തിരി പോകുന്ന പൂച്ച, പാലുകുടി മാറാത്ത കുഞ്ഞ. അത് ഞാനിപ്പോ അതിന് ഭക്ഷണം ഒന്നും കഴിക്കാനൊന്നും അറിയില്ല, എന്നാലും കഷ്ടപ്പെട്ട് ഫില്ലറിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഞാൻ അപ്പച്ചൻ ഉള്ള കാലം മുതലുള്ള പൂച്ചയോടുള്ള ഇഷ്ടമാണ്. അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂച്ചകളെ. അപ്പച്ചന് ഇഷ്ടം എല്ലാ റെസ്ക്യൂഡ് കാറ്റ്സ് ആണ് എന്റെ കയ്യിലുള്ളത്. എവിടെന്നെങ്കിലൊക്കെ റെസ്ക്യൂ ചെയ്ത് ഇവിടെ ഉള്ള ഒരാള് മൂത്ത മോള് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോ റോഡിലൊരു ചെളിക്കട്ട ഇരിക്കുന്നു, പൂച്ചയായിരുന്നു അത്. എന്നിട്ട് അതിൻ്റെ അടുത്ത് വണ്ടിയിലിട്ട് അത് എന്താണ് AC ഡക്റ്റിൽ കയറിപ്പോയി. അവസാനം അവള് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കുറെ പണിപ്പെട്ട് ഇതിനെ പുറത്തെടുത്ത് രക്ഷിച്ചു കൊണ്ടുവന്നാണ് ഇയാള്. ഇപ്പൊ ഇത് രക്ഷപ്പെടുമെന്ന് അറിയില്ല. ഇത് അത്രയും അവശതയാ, കുഞ്ഞാണ്, തീരെ പൊടിയാ. അത് ഈ കിടന്ന് പരാക്രമം കാണിക്കുന്നത് കാരണം. അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂച്ചകളെ, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് ആ ഇഷ്ടമായിരിക്കാം ഒരു പക്ഷെ. എനിക്കും പൂച്ചകള് രാത്രിയാണെങ്കിൽ പോലും എവിടെയെങ്കിലും കിടന്ന് കരഞ്ഞ ഞാൻ അന്വേഷിച്ചു പോകും. ടോർച്ച് എടുത്ത് പോയി അന്വേഷിച്ച് കൊണ്ടുവരും. അങ്ങനെ ഓരോരുത്തരാണ്. ഇനിയുണ്ട്, ആളുകളുണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട് എവിടെന്നെങ്കിലും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു കരിയറും പാഷനും എല്ലാം നമ്മൾ ഈ സംസാരിക്കുന്നതിനകത്ത് വന്നു. എന്നാലും അപ്പച്ചൻ ഏത് മൂവിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് കണ്ടിരുന്നത്? അപ്പച്ചൻ കണ്ടിരുന്നത് അപ്പച്ചൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനെ കുറിച്ചും അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഇന്ന സിനിമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു കേട്ടിട്ടില്ല. എങ്കിലും ഒരു പക്ഷെ നിർമ്മാല്യം തന്നെ ആകാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ട്രെസ്സും സ്ട്രെയിനും എടുത്തിട്ടാണ് നിർമ്മാല്യം ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. കണ്ടിട്ടെന്ന് വെച്ചാൽ ഷൂട്ടിങ് കണ്ടെന്നല്ല, ഷൂട്ടിങ് കഴിഞ്ഞ് എന്താണ് ശരിക്കും അല്ലാത്ത ഈ ചെലമ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോ അപ്പച്ചൻ പറയില്ല എനിക്ക് ശരിക്കുള്ള ചെലമ്പ് തന്നെ ഇടണം എന്ന് പറഞ്ഞു. ഭയങ്കര വെയിറ്റ് ആണ് ചെലമ്പിന്. ആ വെയിറ്റുള്ള ചെലമ്പിട്ട് ശരിക്കുള്ള വാള മറ്റുണ്ടായിരുന്നു ഉണ്ട് കയ്യിൽ. ഇവിടെ മുറിയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെലമ്പിട്ട് കാല് ചതഞ്ഞു. എന്നിട്ട് കുറേ നാള് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കാല്. പിന്നെ നടുവിന് എന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉണ്ടായി. അത്രയും സ്ട്രെസ്ഫുൾ ആയിരുന്നു. അത് ഏതൊരു വെളിച്ചപ്പാടിനെ വിളിച്ചു വരുത്തി പഠിച്ചിട്ടൊക്കെയാണ് വെളിച്ചപ്പാടായതും ഒക്കെ. അപ്പൊ ഒരു പക്ഷേ ആ നിർമാല്യമായിരിക്കാം ഏറ്റവും കൂടുതൽ. പക്ഷെ ഒരിക്കലും അങ്ങനത്തെ സംസാരങ്ങളൊന്നും ഇല്ല. ഞാൻ കേട്ടിട്ടില്ലാത്തതായിരിക്കാം. ഇനി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും തന്നെ എനിക്ക് എന്റെ അറിവില് അങ്ങനെ അപ്പച്ചനെ ഇന്ന സിനിമയാണ് എനിക്ക് ഇഷ്ടം. ഏത് ക്യാരക്ടർ കിട്ടിയാലും അത് ഭംഗിയാക്കുക, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഭംഗിയാക്കുക എന്നുള്ളൊരു എന്താണ്. അതിൻ്റെ അകത്തുനിന്ന് എന്ത് സാമ്പത്തിക നേട്ടം എന്തുണ്ടെന്നൊന്നും ചിന്തയില്ല. കല അല്ല, ഒരു വിധത്തിൽ പറഞ്ഞാല് എന്താ പറയാ, എല്ലാം വെട്ടിപ്പിടിച്ച ഒരു ധനവാന്റെ മകളായിട്ട് ഇവിടെ ഇരിക്കുന്നതിലും
എനിക്ക് സന്തോഷം. ഇത്രയും എല്ലാം ചെയ്തിട്ടും ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോയ ഒരാളുടെ മകളായിട്ടിരിക്കുന്നതിലാണ് എനിക്കിന്നും അഭിമാനം. എന്ന് വെച്ചാൽ ധനികനായ ഒരാളുടെ മകളായിരിക്കുന്നു ഞാൻ. ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ടി വരുമായിരുന്നു? ഇല്ല. ഒന്നുമില്ലാതെ കലയ്ക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ അല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയാം കലയ്ക്ക് വേണ്ടി അങ്ങ് ജീവിക്കുകയായിരുന്നു. എന്നുവെച്ചാ സിനിമയല്ല, സിനിമയിൽ നിന്ന് കിട്ടിയിരുന്ന പൈസ മുഴുവനും കൊണ്ട് നാടകത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാടകം കഴിയുമ്പോൾ പല നാടകങ്ങൾ കഴിയുമ്പോഴും എല്ലാവർക്കും പൈസ കൊടുത്തു കഴിയുമ്പോൾ പൈസ അതായിരുന്നു അപ്പച്ചന്റെ കല അതായിരുന്നു. അപ്പച്ചൻ ഈ നിർമ്മാല്യത്തിന്റെ അവാർഡ് വാങ്ങാനൊക്കെ പോയല്ലോ, അതൊക്കെ ആ ഒരു സമയമൊക്കെ ഓർക്കണ്ടോ? അമ്മച്ചി കൂടെ പോയിരുന്നോ? അമ്മച്ചി പോയിരുന്നു അമ്മച്ചി പോയിരുന്നു. അവർ രണ്ടാളും കൂടെയാണ്? അവർ രണ്ടുപേരും കൂടിയാ പോയത്. ആ സമയത്ത് അന്നേരം ഒക്കെ ഈ മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അന്നേരം അപ്പച്ചന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ? ഉണ്ടാവും. ആദ്യ സമയമല്ലേ അല്ലെ ആദ്യമായിട്ടുള്ള അവാർഡ് വരിക? അന്ന് വീട്ടില് ആൾക്കൂട്ടം തന്നെയായിരുന്നു ദിവസങ്ങളോളം, അത്ര എനിക്കറിയാം. അത് ഓർക്കുന്നുണ്ടല്ലേ? എപ്പോഴും എന്ന് പറഞ്ഞ ആളുകളായിരുന്നു. എപ്പോഴും ആളുകൾ വരുമായിരുന്നു. സ്കൂളിൽ പോകുമ്പോ ഞാൻ എന്തൊരു എനിക്കത് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടത്. ഞാൻ കുറച്ചു നാള് വീട്ടിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത്, അവാർഡ് കിട്ടുന്നതെല്ലാം. പിന്നെ കുറച്ചു നാള് ഞാനും ഉയർത്തി പിടിച്ച് ഞാനും സ്റ്റാറായിട്ടൊക്കെ നടന്നു. അതെ, ആദ്യമായിട്ട് അന്ന് ഭരത് അവാർഡാണല്ലോ. പിന്നീട് ഇപ്പൊ ഭരതില്ലല്ലോ. അപ്പൊ അത് ഭയങ്കര ഒരു പിന്നെ അതൊക്കെ സമയമായിരുന്നു. പിന്നെ അപ്പച്ചൻ ഈ നാടകങ്ങൾക്കോ അല്ലെ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് വീട്ടിലിരുന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുവോ പേഴ്സണലി? അപ്പച്ചൻ നാടകം ആദ്യമൊക്കെ തന്നെ എഴുതുമായിരുന്നു. എന്നുവെച്ചാൽ അപ്പച്ചൻ എന്ത് ചെയ്യുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അല്ലാതെ ഇരിക്കുമ്പോഴും, ചായ കുടിക്കുമ്പോഴാണ് കൂടുതൽ ചിന്തകൾ വരുന്നത്. അപ്പച്ചൻ തന്നെത്താൻ ഇങ്ങനെ ഓരോ ഡയലോഗ്സ് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എത്ര ലക്ഷം കിലോമീറ്റർ അപ്പച്ചൻ നടന്നിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ കൂടെ നടന്ന് ഇങ്ങനെ ചിന്തിച്ച് ഓരോ ഡയലോഗ്സ് പറഞ്ഞ് അത് വന്നിരുന്ന് ആദ്യമൊക്കെ തന്നെ എഴുതുമായിരുന്നു. പിന്നെ അമ്മച്ചിയെ കൊണ്ട് എഴുതിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ തിലകൻ ചേട്ടനില്ലേ സിനിമ, തിലകൻ ചേട്ടനായിരുന്നു എഴുത്തുകാരൻ. അപ്പച്ചൻ പറഞ്ഞു കൊടുക്കും, തിലകൻ ചേട്ടൻ എഴുതും. അങ്ങനെ തിലകൻ ചേട്ടൻ അങ്ങനെ എഴുതാൻ കൂടിയാണ് അപ്പച്ചന്റെ കൂടെ അങ്ങ് കൂടിയത്. ഞങ്ങളുടെ വീട്ടിലായി പിന്നെ പുള്ളി തിലകൻ ചേട്ടൻ. അപ്പൊ അങ്ങനെയായി. അപ്പോഴെല്ലാം അപ്പച്ചന്റെ ചിന്തകൾ മുഴുവനും ഒരു നാടകം എഴുതി. ഇപ്പൊ വേറെ അപ്പച്ചന്റെ മാത്രം ട്രൂപ്പല്ല, വേറെ പലർക്കും എന്താണ് ഗീത ആർട്സ് ക്ലബ്ബ്, ചങ്ങനാശ്ശേരി ചാച്ചപ്പൻ ചേട്ടന്റെ ഗീത ആർട്സ് ക്ലബ്ബ്, നാഷണൽ തിയേറ്റേഴ്സ്, അങ്ങനെ കുറെ ട്രൂപ്പുകൾക്ക് നാടകം അപ്പച്ചനാണ് സ്ഥിരം നാടകം എഴുതി കൊടുത്തിരുന്നത്. അപ്പൊ ഈ നാടകങ്ങളെല്ലാം ഒരാൾ തന്നെ എഴുതി കൊടുക്കണമല്ലോ. അപ്പൊ ഈ ഫുൾ ടൈം ഈ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ക്യാരക്ടറിന്റെയും ഡയലോഗ് സ്വയം പറഞ്ഞ് അതങ്ങ് ഹൃദയസ്ഥമാക്കും. അത് വേറൊന്നും ചിന്തിക്കുന്നില്ല. എന്നുവെച്ചാൽ ഇത് എഴുതി തീർത്ത് കൊടുക്കണ്ടേ അവർക്ക്. അപ്പൊ ഫുൾ ടൈം നാടകം. പിന്നെ പണ്ട് ഇതിലേക്ക് ഇത്ര ആഴ്ന്നിറങ്ങുന്നതിന് മുൻപ് വിപ്ലവം, സമരം നയിക്കല്, ജാഥ നയിക്കല്, എന്താണ് മട്ടാഞ്ചേരി കലാപം ഉണ്ടായ സമയത്തൊക്കെ അപ്പച്ചനാ ജാഥ നയിച്ചുകൊണ്ട് പോയതൊക്കെ അത് ഭയങ്കര പള്ളിയിലൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. അപ്പൊ അപ്പച്ചൻ ഞാൻ എന്റെ ഒരു കുട്ടി എന്ന നിലയ്ക്കുള്ളൊരു ദുഃഖം പറഞ്ഞതാണ് എന്റെ നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പച്ചൻ എന്ന് ഓർക്കുമ്പോ എനിക്ക് മറ്റത് നമ്മള് ചൈൽഡ്ഹുഡ് മെമ്മറി പറയാൻ പറഞ്ഞാൽ അന്നേരം ചേച്ചി കുട്ടിയായി മാറി. അന്നേരം അതാണ് അന്നേരം ആ കുട്ടിയുടെ ഒരു ചിന്ത. പിന്നെ അല്ല, അത് കഴിഞ്ഞിരുന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുക, അപ്പച്ചൻ ഇങ്ങനെ കുറെ ഇതിന് വേണ്ടിയിട്ട് ആയിരുന്നല്ലോ. അപ്പോഴെല്ലാം പിന്നെയുള്ള ചിന്തകൾ അഭിമാനമാണ്. അപ്പച്ചൻ ഒന്നും സമ്പാദിച്ചില്ല എന്നോ ഉണ്ടാക്കിയില്ല എന്നോ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അഭിമാനം. അപ്പച്ചൻ ഇതിനു വേണ്ടിയാണല്ലോ നടന്നത്, വിപ്ലവം ഇതിനു വേണ്ടിയായിരുന്നല്ലോ, ചിന്തകളെല്ലാം ഇതിനു വേണ്ടിയായിരുന്നല്ലോ എന്ന് ഓർക്കും നമുക്ക് അഭിമാനം. തിരിച്ചറിവ് വന്ന പ്രായത്തില് ചേച്ചിയുടെ അത് മാറി. ഇപ്പൊ അപ്പച്ചനെ കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ അപ്പച്ചൻ സിനിമയ്ക്കാണെങ്കിലും തിയേറ്ററിനാണെങ്കിലും ഒക്കെ കൊടുത്ത കുറേ സംഭാവനകളുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് ചേച്ചി ഓർത്തെടുക്കാറ്? എങ്ങനെയാണ് അതിനെ ഓർത്തെടുക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെ. അഭിമാനത്തോടെ സിനിമയ്ക്കാണെങ്കിലും
എന്താണ് സിനിമയ്ക്ക് വേണ്ടി, അതായത് ഞാൻ പറഞ്ഞതുപോലെ അപ്പച്ചൻ കലയ്ക്ക് വേണ്ടി അത് ജീവിക്കുമായിരുന്നു അതിൻ്റെ അകത്ത്. അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് അത് അപ്പച്ചൻ ഒരിക്കലും നോക്കിയിരുന്നില്ല. പിന്നെ അവിടെ ഈ ഫിലിം ഫീൽഡിൽ കുറേ ഇതുണ്ട്, കുറച്ച് വലിയ ആളുകൾ, കുറച്ച് അപ്പച്ചൻ ഒരിക്കലും അത് അനുവദിക്കില്ലായിരുന്നു. അപ്പച്ചന് പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞ പുള്ളി ഇറങ്ങി പട്ടണങ്ങ് പോകും, അപ്പച്ചൻ്റെ ഇറങ്ങിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും എൻ്റെ അപ്പച്ചൻ്റെ സംഭാവനകൾ വലുത് തന്നെയാണെന്ന് അഭിമാനത്തോടെ, അല്ലാതെ നമുക്കത് ഓർക്കാൻ പറ്റില്ലല്ലോ. അഭിമാനം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഇപ്പം അപ്പച്ചൻ ജീവിച്ചിരുന്നെങ്കിൽ 100 വയസ്സാണ്. അപ്പോൾ ശതാബ്ദി ആണ്, ശതാബ്ദി ആയതുകൊണ്ട് ഒത്തിരി വേദികളിൽ ഞാൻ പോയിട്ടുണ്ട്. കുറേ സ്ഥലത്ത് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം അനുഭവങ്ങളെല്ലാം ഞാൻ കുറച്ച് ഷെയർ ചെയ്ത് കുറേ ഏതൊക്കെയോ മാഗസീൻസിൽ എൻ്റെ അനുഭവ കുറിപ്പുകൾ കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ അപ്പച്ചൻ്റെ മകൾ ആയതുകൊണ്ടാണ് എനിക്ക് അത് എഴുതാൻ പറ്റിയതും പ്രസംഗിക്കാൻ പറ്റിയതും ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതും. അത്ര മഹത്വം നിറഞ്ഞൊരു വ്യക്തിത്വമാണെന്നല്ലാതെ ഞാൻ എന്ത് പറയും. അതെ, മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ PJ ആന്റണി എന്ന് പറയുന്ന പേര് മാറ്റിവെക്കാനോ ഓർക്കാതിരിക്കാനോ ആവില്ല. അങ്ങനെ സാധിക്കാത്ത വിധം അദ്ദേഹം സിനിമയുമായിട്ട്, മലയാള സിനിമയായിട്ട് അത്രയും എഴുകിച്ചേർന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ സംവിധാനം അല്ലെ, എഴുത്ത്, എല്ലാ ഏകദേശം ഏറെക്കുറെ എല്ലാ ഫീൽഡിലും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടോ സിനിമ? നാടകം ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അതാ ഞാൻ ചോദിച്ചത്. ട്രൂപ്പ് ഉണ്ടായിരുന്നു, സ്വന്തം ട്രൂപ്പായിരുന്നു. അതെ അതെ, കാരണം അദ്ദേഹം സ്വന്തം ട്രൂപ്പ് നടത്തുന്നുണ്ട്. പിന്നെ സിനിമ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ വരുമാനം ട്രൂപ്പിനുള്ളതായിരുന്നല്ലോ. അതായിരുന്നു. പക്ഷെ അതല്ല, അത് മാത്രമല്ല, അപ്പച്ചന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഏകദേശം തുല്യ ചിന്തകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണം മോഹം ഉള്ളവര്, അത്രയധികം പണം മോഹം ഉള്ളവരൊന്നും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് സുഹൃത്തുക്കളെ പോലെ എല്ലാവരും കൈകോർത്ത് നടക്കുന്ന കുറെ ആളുകൾ, അവരെല്ലാരും കൂടി ട്രൂപ്പ് ഉണ്ടാക്കി അപ്പച്ചൻ അത് നേതൃത്വം കൊടുത്തു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാടകം എഴുതുന്നതും റിഹേഴ്സൽ എല്ലാം അപ്പച്ചന്റെ വീട്ടിൽ അപ്പച്ചൻ എഴുതുന്ന നാടകം എന്ന് വെച്ചാൽ അപ്പച്ചന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും കൂടെ നാടകം നടത്തുന്നു. അപ്പോൾ എന്താണ്, ഏകദേശം സമാന ചിന്തകളുള്ള കുറെ ആളുകൾ, നല്ല മനസ്സുള്ള കുറെ ആളുകളായിരുന്നു അന്നുണ്ടായിരുന്ന നാടകത്തിൽ. അപ്പച്ചന് ഏറ്റവും അടുപ്പമുള്ള, അതായത് ഈ ഫീൽഡിൽ ഇപ്പൊ സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും അപ്പച്ചന് ഏറ്റവും ഇഷ്ടമാണ് ഇയാളെ എന്ന് നമുക്ക് ചെറുപ്പത്തിൽ തോന്നിയിട്ടുള്ള അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പച്ചനൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ കാണിച്ചിരുന്ന ആരെങ്കിലും? അപ്പച്ചൻ സിനിമയിൽ അതെനിക്കറിയില്ല. സിനിമയില് എല്ലാവരുമായിട്ടും നല്ല ഒരേപോലെ അല്ലാതെ ആരോടും ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നാടകത്തില് എന്ന് വെച്ചാൽ അപ്പച്ചൻ 2 പേരെടുത്ത് വളരെ അടുപ്പം കാണിക്കുമായിരുന്നു. ഒന്ന് ഒരു കാർത്തികേയൻ എന്ന് പേരില്, KN ചേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പച്ചൻ ഈ KN ചേട്ടന്റെ മടിയിൽ തല വെച്ചാണ് മരിക്കുന്നത്. ആ KN ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കണിയാപുരം രവി എന്ന് പറഞ്ഞിട്ട് ഒരു രവിച്ചേട്ടൻ, അപ്പച്ചൻ മരിച്ചു. അതും കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ടും ഞങ്ങളായിട്ട് ഒരു ടച്ച് ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് കണിയാപുരം രവി. ഒരു രവിച്ചേട്ടനുണ്ട് നാടകത്തില്. അപ്പച്ചന്റെ കൂടെ എപ്പോഴും ഒരു നിഴല് പോലെ നടന്നിരുന്ന 2 പേരാണ്, കാർത്തികേയൻ, KN ചേട്ടനും രവിച്ചേട്ടനും. അതില് ഈ 2 പേരോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു അപ്പച്ചന്. അതാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരാളോട് ഒരു പ്രത്യേക മമത ഇതുവരെ കാണിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇനിയിപ്പൊ ഇത്രയും നാളുകളായി എന്റെ മറവിയാണോ അതും എനിക്കറിയില്ല. ചിലപ്പോ അവർക്കേ അറിയാവുള്ളായിരിക്കും നമ്മളോട്. ഇനി കുറച്ച് ഒരു പേഴ്സണൽ ആയിട്ടുള്ള തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരാഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ്. ഇതുവരെ അതായത് അപ്പച്ചൻ്റെ എന്തെങ്കിലും എഴുത്തോ കയക്ഷരോ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും സംഭവം അപ്പച്ചൻ്റെത് ഉണ്ടോ ചേച്ചിയുടെ അടുത്ത്? അതുപോലെ അപ്പച്ചൻ എഴുതിയ ഒത്തിരി സാധനങ്ങളോട് ഇരിക്കുന്നുണ്ട്, മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. അതൊക്കെ അല്ല അപ്പച്ചന്റെ നാടകങ്ങളൊക്കെ. അത് പിന്നെ ഒരു ലെറ്റർ അത് ഒത്തിരി ഇതില് വന്നതാണ്. എന്നാലും ഞാൻ കാണിക്കാന്ന് വെച്ചാൽ അപ്പച്ചൻ മരിക്കുന്നതിന് മുൻപ് അമ്മച്ചിക്ക് എഴുതിയൊരു കത്താണത്. അതായത് ഇവിടെ നിന്ന് പോകുമ്പോ അപ്പച്ചൻ സുഖമില്ലാതെയാ പോകുന്നത്, വയറ് ലൂസ് മോഷൻ ആയിട്ട് ഇവിടെ നിന്ന് പോകുന്നത് മദ്രാസിലേക്ക് അവസാനം പോകുമ്പോ. അപ്പോൾ അവിടെ ചെന്ന ഉടനെ ഇങ്ങോട്ട് കത്തയച്ചു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, വയറിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കത്തയച്ചു. ആ 3-4 വരി എന്താ ഉള്ളൂ. ആ ഒരു കത്ത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്.
പിന്നെ ഭരതവാടും അതും ഇവിടെ ഉണ്ടോ? ഭരതവാട് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതൊന്ന് കാണിച്ചു കാണിച്ചു തരാം. താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മളിതാ ഇതാണ് ഭരതവാട് അല്ലെ? ഇതാണ് ഭരതവാട്. നല്ല വെയിറ്റ് ആണല്ലേ ചേച്ചി? പഞ്ചലോഹാണ് ചേച്ചി. സൂക്ഷിച്ചു വെച്ചേക്കാണ്, പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചേക്കാണല്ലോ. പുറത്തങ്ങ് എക്സിബിറ്റ് ചെയ്യുന്ന പോലും ഇല്ല. അതൊരിത്തിരി സെക്യൂരിറ്റി പ്രോബ്ലം ഇടയ്ക്ക് വന്നായിരുന്നു ഇതിന്. അപ്പൊ ഞാനെടുത്ത് അകത്ത് വെച്ചത്, പിന്നെ പുറത്ത് വെക്കില്ല. അപ്പൊ ഇതാണ് ആ അവാർഡ്. സത്യം പറഞ്ഞാല് നമ്മള് കുറെ പേര് എന്നെ പോലെ തന്നെ നമ്മുടെ പരീക്ഷകൾക്കൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവല്ലോ. ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാല് അവർക്ക് അറിയാവുന്ന ഒരു PSC ക്വസ്റ്റ്യൻ ആണത്. അതാണ്. അപ്പൊ ഈ P. ജാനനി എന്ന് പറഞ്ഞാല് PSC ക്വസ്റ്റ്യൻ. അതല്ലാതെ ന്യൂ ജനറേഷന് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. തീർച്ചയായിട്ടും. ഞാനൊക്കെ പഠിച്ചിരുന്നു. എന്റെ സന്തോഷം എന്താണെന്നറിയാമോ? പണ്ട് പഠിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ആദ്യമായിട്ട് ഭരത് അവാർഡ് വാങ്ങിച്ചത് P. ജെ ആന്റണി. ഇങ്ങനെ പറഞ്ഞു ഒരു കുട്ടി ചെറുതിൽ അങ്ങനെ പഠിക്കുമല്ലോ, ആ അവാർഡ് കൈ പിടിച്ച് നിൽക്കണം. ചേച്ചി പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണത്. ഇപ്പൊ സൂക്ഷിച്ചു വെച്ചേക്കുന്നല്ലേ? വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ആ കത്ത് പോളിഷ് ചെയ്യാനുള്ള ഒരു ഇതുപോലും ഞാൻ പേടിയാണ് എനിക്ക്. ഇതിന്റെ ഈ നേരിയ വിരലല്ലേ, അതിന്റെ അറ്റം എങ്ങാനും ഒരു കഷ്ണം പോയാലും അത് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് പോളിഷ് ചെയ്യാൻ പോലും കൊടുക്കാതെ വെച്ചിരിക്കുക. പോളിഷ് ചെയ്താൽ ഇങ്ങനെ തന്നെ ഇരിക്കുമോ ഒന്നും എനിക്കറിയാം, അറിഞ്ഞൂടാ. അതെ, എന്തായാലും ചേച്ചി ഇതുപോലെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കത്തും അല്ലെ? ഇതും ഒരു അമൂല്യമായിട്ടുള്ള ഒരു കത്തും കൂടെ ഉണ്ട്. പക്ഷെ അത് നമ്മളുടെ കയ്യിൽ ഇല്ല. അത് പോസ്റ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട്. അതിന് മുന്നേ അപ്പച്ചൻ മരിക്കുന്ന അന്ന്. ഇത് 11/3 എഴുതിയതാണ് ഈ കത്ത്. ഇത് ആണ് ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ഇതാണ്. ഇതാണ് ഹാൻഡ് റൈറ്റിംഗ്. ഇനി ഇതിന്റെ ഉള്ളില് കുറച്ച് എഴുതിയിട്ടുള്ളൂ അല്ലേ? 11/3/79. 14 മരിച്ചു. 14-ാം തീയതി എഴുതിയ ഒരു കത്തുണ്ട്. അത് നമ്മളുടെ കയ്യിലില്ല. അത് പോസ്റ്റ് ചെയ്യാൻ ആരുടെയോ കയ്യിൽ കൊടുത്തു. പക്ഷെ അത് എവിടെയാന്ന് തന്നെ അറിയില്ല. എന്തേപ്പാ ഇത് ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുവാണ് കേട്ടോ. ഇത് അങ്ങനെ തന്നെ ഉണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ്. ഇതുപോലെ ഒരുപാട് ഇവിടെ എഴുതി വെച്ചേക്കുന്ന നാടകങ്ങളുണ്ട് അല്ലേ? ഇഷ്ടംപോലെ നാടകങ്ങളുണ്ട്. എല്ലാം ഇവിടെ ഇങ്ങനെ ഇപ്പോഴും നിധി പോലെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ലോ. ഞാനിത് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്, കാണിച്ചേക്കുന്നൊക്കെ ഞാൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ നേരിട്ട് കണ്ടു. നേരത്തെ ഇടയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, പേരിന്റെ കാര്യം. അതുകൂടെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നിർത്തുവാണ്. അതായത് അപ്പച്ചൻ ഗീത എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് വന്നത് അപ്പച്ചൻ മിക്കപ്പോഴും തന്നെ വായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതിലത്തെ ആശയങ്ങൾ നല്ല പറയേണ്ടത്, അതിലത്തെ ടീച്ചിങ്സ് ഓഫ് ഭഗവത്ഗീത അത് ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പച്ചൻ. അപ്പൊ ആ ഗീത എന്നുള്ള പേര്, അതിൽ നിന്ന് ആണ് എനിക്ക് ഗീത എന്നുള്ള പേര് ഇടണം. പക്ഷെ പള്ളിയിൽ നമുക്ക് ഗീത എന്ന് പേരിടാൻ പറ്റില്ലല്ലോ അന്നത്തെ കാലം. ഗ്രാൻഡ് മദറിന്റെ പേരാണ് എലിസബത്ത്. അപ്പൊ അങ്ങനെയാണ് എലിസബത്ത് എന്നുള്ള പേര് എലിസബത്ത് ആയത്. വീട്ടില് ഗീത എന്ന് വിളിക്കുമെങ്കിലും അപ്പച്ചൻ അതിന്റെ കൂട്ടത്തിലൊരു അമ്മയും കൂടെ ചേർത്തു, ഗീതമ്മ എന്നാണ് അപ്പച്ചൻ അങ്ങനെ പറയുള്ളൂ. അതാണ് അപ്പച്ചൻ അവസാനം എന്റെ അങ്കിളിനോട് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഗീതമ്മയെ നോക്കിക്കൊള്ളണം. അതാണ് അതിനകത്തെ കഥ. അതാണ് പേരിന്റെ പറയിലെ കഥ. അതാണ് വിജയ് ആന്റണി എന്ന അതുല്യ കലാകാരന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ, ഈ ഒരു വർഷം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകളിലൂടെയും അതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാനായിട്ടുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. അതിനുള്ളൊരു അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. അപ്പം നിങ്ങൾക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഒരുപാട് വലിയ, അതായത് അമൂല്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിൽ. അത്ര അഭിമാനത്തോടെ നമ്മളെല്ലാവരും എടുത്ത് പറയുന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അലിസ സൈനിങ് ഓഫ്. ബൈ.